ഹേ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റിയ ഒരു നാച്ചുറൽ ജ്വല്ലറി ഉണ്ടല്ലോ. നാച്ചുറൽ എന്ന് പറയാൻ കാര്യം മനസ്സിലായല്ലോ. നമ്മൾ മഞ്ചാടിയും കുന്നിക്കുരും വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഫസ്റ്റ് പരീക്ഷണമാണ്. സംഭവം എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ് കേട്ടോ. ഇൻ കേസ് ഇതുപോലത്തെ ഡ്രില്ലിംഗ് മെഷീൻ ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് നോർമലി സ്ക്രൂ ഉണ്ടല്ലോ, കുറച്ച് മെനക്കേടാണ്. കുഞ്ഞ് സ്ക്രൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ടൈറ്റായിട്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം സമയം എടുത്തു, അത് വേറൊരു കാര്യം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിവസമൊക്കെ ജസ്റ്റ് ഒരു 1-2 ഹവേഴ്സൊക്കെ കുതിർത്ത് വെക്കുക. ഈ കുരുവൊക്കെ കുതിർത്ത് കഴിഞ്ഞിട്ട് ഹോൾ ഉണ്ടാക്കുക. കോർത്തതിന് ശേഷം നമ്മൾ ഉണക്കിയെടുക്കുക. ഒരു 4, 5, 6, 7 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ കുറച്ച് മുളച്ച് വരൂലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കറക്റ്റ് കുറച്ച് അവേഴ്സ് അല്ലെ കുറച്ച് നേരം മാത്രം വെള്ളത്തിലിട്ട് വെക്കാൻ നോക്കുക. ഒരുപാട് നേരം ഇട്ട് വെച്ചാൽ അത് കുതിർന്ന് അതിൻ്റെ ഭംഗിയൊക്കെ പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ചില മെത്തേഡ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മഞ്ചാടിക്കൊന്നും വലിയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. കുന്നിക്കുരുക്കൊരു ഹോൾ ഉള്ളതായതുകൊണ്ട് തന്നെ ചെറിയ ഇങ്ങനെ കുറച്ചും കൂടി അധികം വീർത്ത പോലത്തെ ഒരു ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ. പക്ഷേ ആ ഒരു സമയത്തൊന്നും ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ലാത്തത്. അപ്പോൾ നമ്മൾ മഞ്ചാടി എടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒരേ സൈസ്, ചില മഞ്ചാടിയൊക്കെ ചെറുതൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം ഏകദേശം ഒരേ സൈസിലുള്ളത് എടുക്കാൻ വേണ്ടി നോക്കുക. അതിലേക്ക് ഇതുപോലെ നമ്മൾ ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന വയറിലേക്ക് കുറച്ച് കട്ടിയിൽ നമ്മൾ നോർമൽ ബ്ലാക്ക് ത്രെഡാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അതൊന്ന് കോർത്തെടുത്തതിന് ശേഷം ഒരു ചെറിയ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ 2 ലെയർ വെച്ചിട്ട് ഞാൻ ഈ ഒരു കമ്പി ആദ്യം സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ 2 ലെയർ വെച്ച് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു ലെയർഡായിട്ടുള്ള ഒരു മൾട്ടി ലെയർ 2 ലെയർ പോലെ ഫീൽ ചെയ്യുന്ന എന്നാൽ സിംഗിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ആ ഒരു ത്രെഡ് അവിടെ സെക്യൂർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുന്നിക്കുരു ടൈറ്റായിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഓരോ ത്രെഡിലേക്കൂടെയും കൂടി കുന്നിക്കുരു ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു കുന്നിക്കുരുവിൻ്റെ ഹോളിലേക്കൂടെ തന്നെ കേട്ടോ മാക്സിമം ഞാൻ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായത്. അതാകുമ്പോൾ ഹോൾ ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു 3, 4, 5, 6 എണ്ണം നിങ്ങളുടെ കയ്യിൽ എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ കുറച്ചധികം ഒരു 5-6 എണ്ണം ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുത്തു. അതിന് ശേഷം സിംഗിളായിട്ടുള്ള ആ ഒരു കമ്പിയിലൂടെ മഞ്ചാടി ഇട്ടു. അപ്പുറത്തതിലും സിംഗിളായിട്ടുള്ള ഒരു കമ്പിയിലൂടെ നമ്മൾ മഞ്ചാടി ഇട്ടു. അങ്ങനെ രണ്ട് സെക്ഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അതിനുശേഷം അത് ജോയിൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ കുന്നിക്കുരു 2 കമ്പിയും കൂടി ചേർത്ത് വെച്ചിട്ട് കുന്നിക്കുരു ഇട്ടു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെയ്യുന്ന കാര്യം കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ 2 ലെയറായിട്ട് പിടിച്ചു. എന്നിട്ട് അതിനുശേഷം അത് ജോയിൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ കുന്നിക്കുരും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. മനസ്സിലായോ? അപ്പോൾ 2 മഞ്ചാടി ഓരോ ലെയറിലായിട്ട് ഇട്ടു. പിന്നെ 2 ജോയിൻ ചെയ്തിട്ട് കുന്നിക്കുരു ഇട്ട് കൊടുത്തു. അത് സെറ്റ് ചെയ്യണം. ഓരോ പ്രാവശ്യം ചെയ്ത് കൊടുക്കുമ്പോഴും സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പണി കിട്ടും. ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ലുക്കിലും ബാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ കോർത്ത് കൊടുക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പരീക്ഷിക്കാം. എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു ഭയങ്കര ഹെവി അല്ല, എന്നാൽ സിമ്പിളുമാണ്. ഒരു ചോക്കർ ടൈപ്പ് ഒരു ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്രയധികം ലെങ്ത്തിലൊന്നുമല്ല ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ പ്രാവശ്യം കോർത്തെടുക്കാൻ. ലാസ്റ്റ് ചെയ്യാമെന്ന് കരുതിയാലും നമുക്കതിനൊന്നും പറ്റില്ല. പിന്നെ ഗോൾഡൻ കളർ ത്രെഡ് തന്നെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സിൽവറൊക്കെനേക്കാളും നല്ലത് ഗോൾഡൻ കളർ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. കോർത്തെടുത്ത ആ ഒരു മെത്തേഡ് രീതി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം കുറച്ചധികം സ്പീഡിൽ ഞാൻ ബാക്കിയുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നു. കാരണം കോർത്തെടുക്കുന്നതൊക്കെ എത്രത്തോളം കാണിച്ചാലും ഒരുപാട് ലാഗായിട്ട് പോലൊരു ഫീലല്ലേ. അതിനിടയിൽ ആ ഒരു ഗോൾഡൻ കളറും കൂടി വരുന്നത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കോർത്തെടുത്തതിന് ശേഷം. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ ലാസ്റ്റ് ഞാൻ ആ ഒരു 5-6 കുന്നിക്കുരും കൂടി ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ എന്തായാലും ചെയ്ത് നോക്കാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ്. ഞാൻ മറക്കാണ്ട് ചെയ്ത് നോക്കിയത്. അതായത് നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ എന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത് തീർത്തൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ ലുക്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ബ്രൗൺ, ഓറഞ്ച്, റെഡിഷ് ആ ഒരു റെഡ് ടോൺ വരുന്ന ഡ്രസ്സസ്. അത് കുറച്ചും കൂടി ഭംഗിയാണ് കേട്ടോ കസവിൻ്റെ ഒക്കെ കൂടെ വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ മാച്ചായിട്ട് നമുക്ക് ഇട്ടിട്ട് ഒരുങ്ങാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളൊരു ജ്വല്ലറി പീസ് തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കോർത്തെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇയറിങ്സും കൂടെ ഒന്ന് റെഡിയാക്കാം. ഇപ്പോൾ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ. നേരത്തെ കുന്നിക്കുരുവിനേക്കാൾ ഇമ്പോർട്ടൻസ് കുറച്ച് നമുക്ക് മഞ്ചാടി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കുന്നിക്കുരുവാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. മഞ്ചാടി ജസ്റ്റ് ഒരു ഹാങ്ങിങ് പോലെ കൊടുത്തിട്ട് കുന്നിക്കുരുവാണ് കൂടുതൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് തന്നെ മഞ്ചാടി നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു.
കുറച്ചധികം കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കിയത് ചെറിയ ഹോളാണ്. ചെറുതാക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ടൈറ്റായിട്ട് നിൽക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കോർത്ത് കൊടുത്തു. ഇനി അതിനുശേഷം കുന്നിക്കുരുവാണ് 2 ലെയറിലായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുന്നിക്കുരു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം, കുന്നിക്കുരു കുറച്ചധികം എനിക്ക് ഹോൾ ഇടാൻ പെട്ടെന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു. മഞ്ചാടീനേക്കാൾ കൂടുതൽ പെട്ടെന്ന് നമുക്ക് കുന്നിക്കുരുവിൽ ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഓട്ടോമാറ്റിക് അല്ലാത്ത കുറേ ഇതുപോലെ തന്നെ ഹോൾ ഉണ്ടാക്കാൻ ഡ്രില്ലിങ് ടൂൾസ് കിട്ടും. അതിൽ ചിലതൊക്കെ നമ്മളിങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കുന്ന ഹോൾ ഉണ്ടാക്കിയെടുക്കുന്ന ചിലതൊക്കെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരുന്നതാണ്. അതിൻ്റെ ലിങ്ക് എനിക്ക് ഓക്കെ ആണെങ്കിൽ കിട്ടുവാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം ഏതാണ് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ മഞ്ചാടി ചെയ്ത പോലെ തന്നെ നേരെ മറിച്ച് നമ്മൾ കുന്നിക്കുരുവാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ജസ്റ്റ് ഒരു മഞ്ചാടി ഒരു ഹാങ്ങിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു കമ്പി തന്നെ നമ്മളിത് ചുറ്റിയിട്ട് ഒരു ഹാങ്ങിങ് പോലെ നമ്മൾ ഇയറിങ്സിന് ഹുക്ക് പോലെയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നല്ല രസമുണ്ട്, ഒരു മുന്തിരിക്കൊലയൊക്കെ പോലത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം നമ്മൾ ചെയ്തെടുത്തു. ഇതാണ് ഡിസൈൻ വന്നത് കേട്ടോ. പാറ്റേൺ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതൊക്കെ പെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കണ്ടാലോ. ഞാനൊരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ തന്നെ ഇട്ട് കാണിക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒന്നും വെച്ചിട്ടില്ല. കാരണം നമുക്കത് ചോക്കറായിട്ട് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം, കുറച്ച് ലെങ്ത് ആയിട്ട് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. അത് നമുക്ക് ത്രെഡ് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഒരു ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരുങ്ങി നോക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല സെറ്റായിട്ട് ിക്കുന്നുണ്ട്, ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ആ ഇയറിങ്സ് നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഇനി പുറത്തൊന്നുമില്ല ലുക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ, ഈ ഒരു മാലയും അതുപോലെ തന്നെ ഇയറിങ്സും ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. സീ യു.